കാലത്ത് എണീച്ചപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് മുക്കുറ്റിയൊക്കെ വലിച്ച് കൂറിയൊക്കെ തൊട്ടിട്ട് കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാപ്പി കുടിച്ചിരിക്കുമ്പോൾ പൊന്നമ്പിളി എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അവളെ ബ്രഷ് ചെയ്യിപ്പിച്ചു കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു. അപ്പോൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാലത്ത് ദോശ ഉണ്ടാക്കണം. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി അവൾക്ക് പ്ലേറ്റിലിട്ട് കൊടുത്തപ്പോൾ അവൾ സാമ്പാറൊക്കെ കൂട്ടി അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി വേഗം അരിയൊക്കെ കഴുകി. അരി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് 5 മിനിറ്റ് വെക്കിയിട്ട് എന്നിട്ട് വീണ്ടും കഴുകിയിട്ട് അരി ഇടാറുള്ളൂ. അപ്പോൾ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ തെർമോ കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ വേഗം കൂട്ടാൻ വയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേഗം കുക്കറിലേക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പരിപ്പൊക്കെ നന്നായി കഴുകി കായ നുറുക്കിയിട്ട് കറ പോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. കഴുകിയ പരിപ്പിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളവും 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് വേവണ നേരം കൊണ്ട് വേഗം പച്ചമുളകൊക്കെ നുറുക്കി വെച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. തേങ്ങ ഞാൻ ഈ ചിരവെണ്ണ മടിക്ക് എപ്പോഴും ഇങ്ങനെ മുറിച്ചിട്ട് വേഗം അരച്ചെടുക്കുക. അപ്പോൾ വേഗം പണി കഴിയും. അത് കഴിയുമ്പോൾ പിന്നെ വേഗം പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കായക നുറുക്കി വെച്ചത് കഴുകിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കായ നന്നായിട്ട് വേവണം വരെ വേവിച്ച് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കായ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു. അത് കഴിഞ്ഞ് തേങ്ങ അരച്ചതും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇറക്കി വേഗം കടുകൊക്കെ പിടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കറി കാച്ചി. ഇനിയിപ്പോൾ പൊന്നമ്പിളിയുടെ പാട്ട് കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ.